ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചട്ടി നിറയെ, അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിറയെ തിങ്ങി നിറച്ച് വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ഒരു ചട്ടിയിൽ ചെടി നിൽക്കുന്നത് കണ്ടാൽ തന്നെ ആ ചട്ടി നിറയെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ അതിനൊരു ഭംഗി അല്ലേ. അതായത് ഒറ്റ കമ്പായിട്ട് പോകുന്നതിൽ നല്ല ബുഷിയായിട്ട് തെങ്ങി നിറയെ ബ്രാഞ്ചുകളായിട്ട് നിൽക്കുമ്പോൾ അത് ചെടികൾക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിൽ ആദ്യം കാണിക്കാൻ പോകുന്ന പോത്തോസ് അഥവാ മണി പ്ലാന്റ്സ് നമുക്ക് ചട്ടിയിലും അതുപോലെ തന്നെ കുപ്പിയിൽ ഒക്കെ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം സാധാരണയായിട്ട് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉള്ള ഒരു ചെടിയാണ് കോളിയസ് അഥവാ കണ്ണാടി ചെടി എന്ന് പറയുന്ന ചെടി. കണ്ണാടി ചെടി നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കമ്പ് മുറിച്ച് ആ ചട്ടിയിലേക്ക് തന്നെ നട്ടുവെക്കുക. അപ്പോൾ നല്ല ബുഷിയായിട്ട് വരും. എന്ന് മാത്രമല്ല, മുകളിലേക്ക് ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് പോവുകയാണെങ്കിൽ അത് കമ്പ് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് സൈഡ് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ബുഷിയായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി, ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ 100 വെറൈറ്റി കോളിയസ് ഉണ്ടെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം അത്രത്തോളം വെറൈറ്റീസ് ഉള്ളത്, കാണാനും ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി അഥവാ നമ്മുടെ കോളിയസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഇത് നിങ്ങൾ കമ്പ് മുറിച്ച് നട്ടു നോക്കും, നിറയെ ബുഷിയാക്കി നമുക്ക് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെടികൾ നമ്മൾ ബുഷിയാക്കി നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിന് വേണ്ടി പോഷകങ്ങൾ, അതായത് ന്യൂട്രിയൻസ് അതേപോലെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് ചെടികൾക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടിയ ന്യൂട്രിയൻസ് പൊട്ടാഷ്യം, നൈട്രജൻ, അതുപോലെ തന്നെ ഫോസ്ഫറസ്, കാൽഷ്യം, ഇതൊക്കെയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് 19 ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ആട്ടുംകാഷ്ടമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് നല്ല ഇലകളൊക്കെ നല്ല പച്ച നിറത്തിലായിട്ട് നല്ലതുപോലെ വളർന്നു വരാൻ അത് സഹായിക്കും. പിന്നെ നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ, അതായത് ഹാങ്ങിങ് ബാസ്ക്കറ്റ്, അതായത് നമ്മുടെ തൂക്കുചട്ടികളിലൊക്കെ നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ വാണ്ടറിങ് ജൂവിൻ്റെ വൈറ്റ് വെറൈറ്റി. വാണ്ടറിങ് ജൂവിൻ്റെ പല കളേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റി കളറാണ് ഈ വൈറ്റ്. ഇത് ഒത്തിരി ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് നടാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് കമ്പ് ഒടിച്ചൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ ചട്ടികളിൽ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ വളരെ കുറവ് കെയറും മതി ഈ ചെടിക്ക്. ഈസി ആയിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ വാണ്ടറിങ് ജൂവിൻ്റെ ഈ ഒരു വെറൈറ്റി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ ഇലകൾ വരുന്നതിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് ഇതിൻ്റെ നോട്ട്സാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബുഷിയാക്കി നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റൂബി ഗ്രാസ് അഥവാ ഇങ്ങനെ പറഞ്ഞ അമരാന്തേ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. ഇതും നമുക്ക് ചട്ടിയിലും അതുപോലെ നിലത്ത് നമ്മളൊരു ബോർഡർ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ബോർഡറായിട്ടൊക്കെ നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ റൂബി ഗ്രാസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ചുവന്ന കളർ വരും, കാണാൻ ഒത്തിരി ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഒക്കെ ആക്കാൻ പറ്റും. ഇതേപോലെ ചെറിയൊരു കമ്പ് മതി നമുക്ക് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതും നല്ലൊരു പുൽച്ചെടിയാണ്. ക്ലോറോഫൈറ്റം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഒരു ഗ്രാസ്, ഒരു പുല്ല് ചെടിയാണിത്. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് പോലെയൊക്കെ തോന്നും, പക്ഷേ സ്പൈഡർ പ്ലാന്റ് അല്ല. ക്ലോറോഫൈറ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റി, റിബൺ ഗ്രാസ് എന്നൊക്കെ ചിലർ പറയും. അത് പല വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു ചെടിയുടെ തന്നെ. അപ്പോൾ ഇതും ഒരു ചെറിയൊരു ഇത് മതി, ഒരു ചട്ടി നിറയെ കിളിച്ചു വരികയും ചെയ്യും. യാതൊരു കെയറും വേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ എത്ര വലിയ വരൾച്ചയും അതിന് പ്രതിരോധിക്കാനുള്ളൊരു കഴിവും ഈ ഒരു പുല്ല് ചെടിക്കുണ്ട്. ക്ലോറോഫൈറ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഇതും ചട്ടി നിറച്ച് നമുക്ക് തിക്കി നിറച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. അതുപോലെ തന്നെ 10 മണി ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നടന്നോ അവിടെ ഫുള്ള് കാട് പോലെ കിളിച്ച് വരുന്നൊരു ചെടിയാണ് നമ്മുടെ 10 മണി ചെടി. അത് നമ്മൾ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു കമ്പ് മതി. അത് കിളിച്ച് വരുന്നതിന് ശേഷം അതിനനുസരിച്ച് നമ്മൾ മുറിച്ച് നട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടി നിറയെ ആക്കാൻ പറ്റുമെന്ന് മാത്രമല്ല
പല പല ഡിഫറെൻറ്റ് ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് ഒന്നിച്ചൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഈ 10 മണി ചെടിയുടെ ഒരു പ്രത്യേകത. അതുമല്ല അതിൻ്റെ പൂക്കളും ഒത്തിരി നല്ലതാണ്. പിന്നെ ഒരുപാട് കെയർ ഒന്നും നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് കെയർ ചെയ്യേണ്ട കാര്യമില്ല. അത് നല്ലതുപോലെ കിളിച്ചും വരും, പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളും തരും. അതാണ് ഈ നല്ല ബുഷിയായിട്ട്, ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നല്ല ബുഷിയായിട്ട് നിൽക്കേണ്ടതും പൂക്കളും വന്ന് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. പിന്നെ ഇതിന് ഒരു 19 ഒക്കെ ഇടയ്ക്ക് കുറച്ചൊന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറച്ച് പൂവ് വരികയും ചെയ്യും. കണ്ട ഇതേപോലെ ബുഷിയായിട്ട് ഒരു ചെറിയൊരു കമ്പ് മുറിച്ച് നമ്മൾ മറ്റുള്ള ചട്ടികളിലേക്കൊക്കെ വെച്ചാൽ മാത്രം മതി. ഇത്തിരി കെയർ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര കളർ 10 മണി ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ 10 മണിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കടലപ്പിണ്ണാക്കൊക്കെ വെള്ളത്തിൽ പുളിപ്പിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരും 10 മണി ചെടി. അതുപോലെ തന്നെ എപ്സം സോൾട്ടും ഒത്തിരി നല്ലതാണ് 10 മണി ചെടിക്ക്, നല്ല പൂക്കൾ ഉണ്ടാകാനൊക്കെ അത് സഹായിക്കും. കണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഏത് വെറൈറ്റി 10 മണിയാണുള്ളതെന്നും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് പൂ വന്ന് പോയി കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് മുറ്റി വരുമ്പോഴേക്കും ട്രിം ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. പിന്നെ നമുക്ക് ചട്ടിയിലൊക്കെ തിക്കി നിറച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു ചെടി. ഇത് നമ്മുടെ പെറ്റൂണിയാണ്. പെറ്റൂണിയയും ചട്ടിയിൽ നല്ല രസം, നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയതാണ്. പിന്നെ ഇത് ബിഗോണിയാണ്. ബിഗോണിയയുടെ ഇതുപോലെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് ബുഷിയായിട്ട് ചട്ടി കാണാത്ത തരത്തിൽ ചെടി വന്ന് അത് പൂത്തിങ്ങനെ കിടക്കുന്ന കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഏഞ്ചൽ വിങ് ബിഗോണിയ. ഇതിൻ്റെ ഈ ബിഗോണിയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത് കിളിച്ച് അതിൻ്റെ പൂക്കളും ഇലയും ഒക്കെ കാണാൻ ഒത്തിരി ഭംഗി. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പ് മുറിച്ച് ആ ചട്ടിയിലേക്ക് തന്നെ നട്ടു വെക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് നമ്മൾ ബുഷിയാക്കി എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് കമ്പ് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ആക്കുകയും ചെയ്യാം. കണ്ടോ, ഇത് ചട്ടി നിറയെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഏഞ്ചൽ വിങ് ബിഗോണിയ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര കളേഴ്സ് ബിഗോണിയയുടെ എത്ര ടൈപ്പ് ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനും സ്പെഷ്യൽ കെയർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ കൊക്കോപ്പിറ്റ്, കുറച്ച് മണ്ണ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ആട്ടിൻ കാഷ്ടം കൂടെ മിക്സ് ചെയ്താണ് ഇത് നട്ടിരിക്കുന്നത്. ആട്ടിൻ കാഷ്ടത്തിന് ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് ചെടികൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ നല്ല ഒരു ജൈവവളമാണ് ആട്ടിൻ കാഷ്ടം. അതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചാണകപ്പൊടി ചേർത്താലും മതി. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ ഇത് സഹായിക്കും. കണ്ടോ, ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. ആ റെഡ് കളറാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ ഒരു ചെടിയുടെ. അതേപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു നമ്മുടെ കലീസിയ റെപ്പൻസും ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിലാണെങ്കിലും നിലത്താണെങ്കിലും ഒത്തിരി ഭംഗിയാണ് കലീസിയ റെപ്പൻസ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റും ഇതേപോലെ ചട്ടി നിറച്ച് ബുഷിയാക്കി നിർത്താൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് എല്ലാവരും PVC പൈപ്പിൽ മണ്ണ് നിറച്ചതിന് ശേഷം ചെടികൾ നടുന്നത്. അതായത് നല്ല ചെടികൾ ബുഷിയായിട്ട് വളരുന്ന ചെടി, ലാൻഡാന പോലുള്ള ചെടികൾ PVC പൈപ്പിൽ എങ്ങനെയാണ് ചെടികൾ നടുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇത് 10 മണി പോലുള്ള ചെടികൾ നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ നമ്മളിതുപോലെ മോസ്റ്റിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് തന്നെ നമ്മൾ ചെടിക്ക് ഈ 10 മണി ചെടിയുടെ മോസ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയും നമുക്ക് വാങ്ങി റെഡിമെയ്ഡായിട്ട് വീട്ടിലൊക്കെ വെക്കാൻ പറ്റും. ജെറേനിയവും ചട്ടിയിൽ വളർത്താൻ വളരെ നല്ലതാണ്. നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണ്, ഒത്തിരി ഭംഗിയാണ്. റോസാപ്പൂ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ജെറേനിയത്തിൻ്റെയും. അതുപോലെ തന്നെ ജെറേനിയത്തിൻ്റെ പൂക്കളും ഇത് പിങ്കാണ്. അതിൻ്റെ പല കളർ വെറൈറ്റി റെഡ് ഒക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഒട്ടും കെയർ ഇല്ലാതെ നിലത്തിട്ടാലും കിളിച്ചു വരുന്നൊരു ചെടിയാണ് ഈ ട്രെഡസ് കാൻഡിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നിലത്തിട്ടാലും
വളരെ ഈസിയായി തന്നെ വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടി. അതായത് ആ ഭാഗം മുഴുവൻ അതങ്ങ് കീഴടക്കും. അത്രയും ഒരു ചെടിയാണ് ഈ ട്രെഡസ്കാൻഡിയ എന്ന് പറയുന്നത്. ഇത് ചട്ടിയിലും നമുക്ക് നടാൻ പറ്റും, നിലത്ത് ഇട്ടാലും മതി, വളരെ ഈസി ആയിട്ട് തന്നെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് വീഡിയോ.